ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷീനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതായത് നല്ല മഴക്കാലമായിരുന്നു. ആ നല്ല മഴയത്ത് എൻ്റെ ചെടികളൊക്കെ ചീഞ്ഞ്, അതായത് അതിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച്, കൂമ്പൊക്കെ മഞ്ഞച്ച് ചീഞ്ഞു പോയി. ചീഞ്ഞു പോവാണ്ട് മഴക്കാലത്തെ റെസിസ്റ്റ് ചെയ്ത് പിടിച്ചു നിന്ന ചെടികളൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എൻ്റെ കൃഷി സ്ഥലത്ത് നിന്നിട്ടുള്ളത് അതിലൊരു ഐറ്റമാണ് പപ്പായ. തീരെ ചെറിയ ചെടികൾ, അതായത് ഒരു കൈത്തണ്ടേര നീളമുള്ള ചെടികളൊക്കെ എല്ലാം മഞ്ഞച്ച് അതിൻ്റെ കട ചീഞ്ഞ് അതൊക്കെ വീണുപോയി. പക്ഷേ നല്ല ഉയരത്തിൽ, ഒരു 5 അടി 6 അടി ഒക്കെ ഉയരത്തിലുള്ള 6 അടി ഒക്കെ ഉയരത്തിലുള്ള പപ്പായ മരം പിടിച്ചു നിന്നു. അതും ഇപ്പം നല്ല രീതിയിൽ കായ് ഉണ്ടാവുന്നുമുണ്ട്. അത് രക്ഷപ്പെട്ട് കിട്ടി. പിന്നെ രക്ഷപ്പെട്ട് കിട്ടുന്ന ഐറ്റംസാണ് ചേന, ചേമ്പ്. അതൊക്കെ ഈ പറഞ്ഞോണം കുറച്ച് മണ്ണ് കയറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വല്ലാണ്ട് കെട്ടി നിൽക്കുന്ന സ്ഥലം ഒഴികെ മറ്റുള്ളിടത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ തുളസി ചെടിയാണ് എൻ്റെ പറമ്പിൽ നിറച്ച് മുളച്ച് വന്നിട്ട് നല്ല ബുഷിയായി നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ പനിക്കൂർക്ക ഈ മഴക്കാലത്ത് നല്ലോണം ഫ്രഷായി ബുഷിയായിട്ട് ഉണ്ടാവും. പിന്നെ എനിക്ക് നന്നായി വന്നിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് ഇഞ്ചി. ഞാൻ ഈ കാണിക്കുന്നത് ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. ഇത് വേനൽക്കാലത്ത് അത്ര ബുഷിയായി ഫ്രഷായി നിന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ലോണം മഴ കിട്ടിയപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് ഇലകളൊക്കെ നല്ല വലിയ ഇലകൾ വിരിഞ്ഞ് ഫ്രഷായി നിൽക്കുന്നുണ്ട്. ഇനി അതിന് കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്താൽ മതി. പിന്നെ എല്ലാ കാലത്തും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് സാമ്പാർ ചീര. ആ സാമ്പാർ ചീര എല്ലായിടത്തും പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അത് കർക്കിടക മാസത്തിലായാലും നമുക്ക് കഴിക്കേണ്ട ഇലക്കറി, നല്ലൊരു ഇലക്കറിയാണ്. പിന്നെ ഈ ചെടികളൊക്കെ നശിച്ചു പോകാനുള്ള കാരണം ഈ ഒരു ഐറ്റമാണ്. ഇതിനെ ഞങ്ങളുടെ അവിടെ പറയുക ആഫ്രിക്കൻ ഒച്ച് എന്നാണ്. നമ്മൾ കുഴിച്ച് വെക്കുന്ന ചെറിയ തൈകളൊക്കെ, അതായത് വെണ്ട, വഴുതിന, തക്കാളിയൊക്കെ ചെറിയ തൈകളൊക്കെ ഈ ആൾ വന്ന് അതിൻ്റെ കൂമ്പും എല്ലാം തിന്ന് അതങ്ങ് നശിപ്പിച്ച് കളയും. പിന്നെ അത് നന്നാവില്ല. പിന്നെ എനിക്ക് കുഴപ്പമില്ലാതെ നിൽക്കുന്ന മറ്റൊരു ചെടിയാണ് മാതളനാരകം. പക്ഷേ മാതളനാരകത്തുമ്പോൾ നിറച്ചും ഫ്രൂട്ട് ഉണ്ടായിരുന്നു. മഴ കാരണം അത് കുറേ കറുത്ത് കൊഴിഞ്ഞു പോയി. ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കറുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ 1-2 പൊട്ടിച്ചു നോക്കിയപ്പോൾ പുറത്ത് സ്കിന്നിൽ കാണുന്ന കളറ് തന്നെയുള്ളൂ. ഉള്ളിൽ നല്ല റെഡും നല്ല ഫ്രഷായിട്ടിരിക്കുന്ന ഫ്രൂട്ട് തന്നെയാണ്, കേടൊന്നുമില്ല ഉള്ളിൽ. എൻ്റെ വീഡിയോ കണ്ട് താല്പര്യപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ മഴയത്ത് രക്ഷപ്പെട്ട് പോന്നിട്ടുള്ള വേറൊരു ഐറ്റമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഏത് മഴക്കാലത്തായാലും ഏത് സമ്മർ സീസണിലായാലും, അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഏത് സമ്മർ സീസണിലും നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റണ ഒന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അതുപോലെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വളപ്രയോഗം ഒക്കെ ചെയ്താൽ മതി. കാലാവസ്ഥ ഡ്രാഗൺ ഫ്രൂട്ടിനെ അധികം ബാധിക്കാറില്ല. പക്ഷേ നല്ല മഴ, അതായത് തോരാത്ത നല്ല മഴയത്താണെങ്കിൽ അതിൻ്റെ തണ്ടുമ്മേ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തുടക്കത്തിലേ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് മഴയുള്ള സമയമാണെങ്കിൽ അതിനെ ഒരു പശ പോലത്തെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അത് മിക്സ് ചെയ്ത് അത് അടിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് മഴയത്ത് പോവില്ല. പിന്നെ അതിൻ്റെ ഫ്ലവർ വിരിയണ സമയത്ത് നല്ല മഴയാണെങ്കിൽ ഫ്രൂട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കവറിട്ട് അതിന് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നല്ല മഴ കഴിഞ്ഞ മണ്ണിൽ കുറച്ച് കുമ്മായം വിതറി കൊടുക്കുന്നത് നല്ലതാണ്. അതിലത്തെ ഫംഗസും പുഴുക്കളൊക്കെ പോയി കിട്ടാൻ അത് ഉപകരിക്കും. ഇരുമ്പം പുളിയുടെ കമ്പുകളൊക്കെ ഒടിച്ച് കളയുന്നത് നല്ലതാണ്.